തലസ്ഥാനത്ത് സംഘപരിവാറിന് വേണ്ടി മണ്ണൊരുക്കാൻ ചില പോലീസുകാർ ഒരുമ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ട അവസ്ഥയാണ്. ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൗൺസിലർ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വന്ന മാധ്യമ വാർത്ത പൊടുന്നനെ വലിയ ചർച്ചയായതാണ്. ക്ഷേത്രവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് അലങ്കോലപ്പെടുത്താൻ CPM കൗൺസിലർ ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണത്തിനാണ് അതിലൂടെ ലക്ഷ്യം വെച്ചതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. നിലവിൽ ആറ്റുകാൽ വാർഡ് സംഘപരിവാറിന് വലിയ സ്വാധീനമുണ്ടെങ്കിലും ആ വാർഡ് CPM ആണ് നിലവിൽ ജയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടുണ്ടായ വിവാദം, ആ വിവാദത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ കൃത്യമായി പ്ലാൻഡായിട്ട് ഒരു വിവാദം സൃഷ്ടിക്കാൻ പോലീസും ഒപ്പം ക്ഷേത്ര ഭാരവാഹികളും ഇടപെട്ടോ എന്ന സംശയം വളരെ കൃത്യമായി ഉന്നയിക്കേണ്ട സന്ദർഭമാണ്. അതിന് ആ ദൃശ്യം തന്നെയാണ് സാക്ഷി. ആ ദൃശ്യം ഒന്ന് പരിശോധിച്ചേ. പ്രായമായ ഒരു സ്ത്രീ, 70 വയസ്സായ ഒരു സ്ത്രീക്ക് ക്ഷേത്രത്തിലെ കവാടത്തിലൂടെ പ്രവേശിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു കൗൺസിലർ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പ്രായമായ വാർദ്ധക്യമായ ആൾക്കാർക്ക് ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ കടമ തന്നെയാണ്. അത് നിർവഹിക്കാൻ ചെല്ലുമ്പോൾ ഒരു കൗൺസിലറോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറിയ രീതി ആ ദൃശ്യത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. കൗൺസിലറെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് ശേഷം ആ ദൃശ്യം വെച്ചിട്ട് കൗൺസിലർ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഒത്തുകളിയില്ലേ എന്ന് വളരെ കൃത്യമായിട്ട് ഈ ദൃശ്യം തന്നെ ഒരു ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തിന് ഇത്ര ഒരു ചെറിയ സംഭവത്തെ ഉയർത്തിക്കാട്ടി മുഖ്യധാര ചാനലുകളിലൂടെ വാർത്തയാക്കി അവിടെ കൗൺസിലറിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചു എന്ന ചോദ്യം പ്രസക്തമല്ലേ? ആ വിവാദം അവിടെ സൃഷ്ടിച്ചെടുത്തത് വളരെ കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലല്ലേ എന്ന് സംശയിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. നേരത്തെ കൗൺസിലർ അക്രമം നടത്തി എന്ന തരത്തിലും ഉത്സവത്തോടനുബന്ധിച്ച് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിൽ വാർത്ത വന്നതിന് ശേഷം അതിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ വരുമ്പോൾ എന്താണ് കൗൺസിലർ ചെയ്ത തെറ്റെന്ന് ഈ സമൂഹത്തോട് വിശദീകരിക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം ക്ഷേത്ര ഭാരവാഹികൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ആറ്റുകാലിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പൊടുന്നനെ ഉണ്ടായ ഈ വാർത്ത, ആ വാർത്ത വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ വിദഗ്ധമായി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിനെയാണ് യഥാർത്ഥ ദൃശ്യം പുറത്തേക്ക് വന്നപ്പോൾ പൊളിഞ്ഞത്. അതുവരെ മുഖ്യധാരാ ചാനലുകളിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനപ്രതിനിധി ഉത്സവവുമായി ബന്ധപ്പെട്ട് അക്രമം അഴിച്ചുവിടാൻ ശ്രമിച്ചു, അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുകയും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് വേണ്ടത്ര ചർച്ച നടത്താൻ മാധ്യമങ്ങൾ തയ്യാറാകാതെ പോകുമ്പോൾ സംഘപരിവാറുമായിട്ടുള്ള ഒരു കൂട്ടുകച്ചവടമാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അതിന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ വഴിമരുന്നിടുകയാണ് ചെയ്തത്. ആ വ്യക്തിക്കെതിരെ നടപടിയും എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിയത് ആരാണോ അവർക്കെതിരെ കേസെടുക്കേണ്ടതുമുണ്ട്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലർക്കെതിരെ കേസെടുത്തു എന്നൊക്കെ പറയുമ്പോൾ പോലീസിൻ്റെ അധികാര പരിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധിയായ ഒരു വ്യക്തിയെ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ സൃഷ്ടിച്ചെടുത്ത ഒരു കൃത്രിമ നാടകമായിരുന്നു അതെന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ബോധ്യപ്പെടുകയാണ്. അതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. ഈ വിവാദത്തിന് തിരികൊളുത്തിയ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നാട്ടിൽ കലാപമുണ്ടാക്കാൻ, വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ അവർ ഈ സേനയ്ക്ക് തന്നെ അഭിമാനമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള പ്രായമായ ഒരു സ്ത്രീക്ക് അവിടെ പ്രവേശനമുള്ള വഴിയിലൂടെ കടത്തിവിടാൻ ശ്രമിച്ചതിനെ ഒരു ജനപ്രതിനിധിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അപമാനിക്കാൻ ശ്രമിച്ച ആ ഉദ്യോഗസ്ഥനും അതിനെ കൃത്രിമ വിവാദത്തിന് വേണ്ടി മാധ്യമങ്ങൾക്ക് കൈമാറിയ ക്ഷേത്ര ഭാരവാഹികൾക്കും ഇങ്ങനെ സംഘപരിവാറിന് വേണ്ടി അവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ദൃശ്യമാണ് ഈ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം തന്നെ നടത്തി അതിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം.